Hello everyone. Once again, hearty welcome to English EduHub. Here in this series, we are discussing the chapter Art, Truth and Politics written by Harold Pinter. Actually, this is the third part of this session, and in the last session, we have discussed that this essay is actually a speech, mentioned it earlier. This was a speech made by Harold Pinter when he received Nobel Prize. He video lectured this speech and gave it to the Nobel authorities because he was sick with cancer and he couldn't go and receive the prize. So he made the acceptance speech, then sent it to the authorities and screened. This was a highly controversial speech and he was called that anti-American poet that already mentioned in it. ഈ സ്പീച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു കൊട്ടേഷൻ കൊണ്ടാണ്. ആ കൊട്ടേഷനിൽ അദ്ദേഹം പറയുന്നത് എനിത്തിങ് ഈച്ച് ആൻഡ് എവറിത്തിങ് ഇൻ ദിസ് വേൾഡ്, എന്തൊരു കാര്യം ഹാപ്പൻ ചെയ്യുവാണെങ്കിലും ഈതർ ട്രൂ ഓർ ഫോൾസ് എന്ന രണ്ട് സൈഡ്സ് അതിനുണ്ടായിരിക്കും എന്നുള്ള രീതിയിലാണ്, നമ്മുടെ വ്യൂ പോയിൻറ്റ്സ് അനുസരിച്ചിട്ടാണ് നമ്മൾ ട്രൂത്തിനെ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള ഒരു ടു സൈഡ്സ് ഉണ്ടായിരിക്കും എന്നുള്ള ഒരു കൊട്ടേഷൻ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ആർട്ട് it is very accurate, and in the case of real life or political dramas it is wrong, because political dramas or real life should have real answers or the objectivity. ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ദിസ് കോൺസെപ്റ്റ് ഓഫ് പൊളിറ്റിക്കൽ സറ്റയർ ഡസ് നോട്ട് ഓൾവേസ് വർക്ക്. ഇറ്റ് ഓൾമോസ്റ്റ് ഓൾവേസ് ഡസ് ദ ഓപ്പോസിറ്റ്. ഈ ഒരു കോൺസെപ്റ്റാണ് ഉള്ളതെങ്കിലും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പലപ്പോഴും പൊളിറ്റിക്കൽ ഡ്രാമാസിന് വർക്ക് ചെയ്യാറുള്ളത്. ഇറ്റ് ഈസ് പ്രോപ്പഗൻഡാസ് ഇൻ നേച്ചർ. പലപ്പോഴും പാർഷ്യാലിറ്റി കാണിക്കുന്ന രീതിയാണത്. പല പ്രസ്ഥാനങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരവസ്ഥയാണ് പൊളിറ്റിക്കൽ ഡ്രാമാസൊക്കെ അവസാനിക്കാറുള്ളത്. ബെറ്റർ യു തിങ്ക് ഓഫ് ഡ്രാമാസ് യു ഹാവ് റെഡ് ഓർ മൂവീസ് യു ഹാവ് വാച്ച്ഡ്. എല്ലാത്തിലും ഒരു പെർട്ടിക്കുലർ ഐഡിയ ഉണ്ടായിരിക്കും. ഫ്രീ ആയിട്ട് നമ്മളെ ചിന്തിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ അനുവദിക്കുന്ന ഹൗ മെനി മൂവീസ് ഡു വി ഹാവ് വാച്ച്ഡ്? ഇത് തന്നെയാണ് പ്രോബ്ലം. ഒരു ഐഡിയയുടെ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിപ്ലോമാറ്റിക് സൈഡ്സ് സത്യസന്ധമായിട്ട് പൊളിറ്റിക്കൽ ഡ്രാമാസോ മൂവീസോ ഒന്നും ഓഡിയൻസിലേക്ക് എത്തിക്കുന്നില്ല. അങ്ങനെ എത്തിച്ചിരുന്നെങ്കിൽ maybe people would have understood many of the issues in a better way. അവർക്കൊരു സ്റ്റാൻഡ് എടുക്കാനും പറ്റുമായിരുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ പ്രോപ്പഗാൻഡിസം ഇല്ലാത്ത ഡ്രാമാസ്, മൂവീസ് ഒക്കെ അവയുടെ റോൾസ് ഭംഗിയായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഐഡിയാസിനെയും സബ്ജക്ട്സിനെയും ഒക്കെ ഫ്രീ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളൊരു സ്പേസ് ഓഡിയൻസിന് കിട്ടിയേനെ എന്നുള്ളതാണ്. ആൻഡ് ദ സാഡസ്റ്റ് പാർട്ട് ഇസ് ദാറ്റ് സച്ച് കൈൻഡ് ഓഫ് ഡ്രാമാസ് ആർ നെവർ റിട്ടൺ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. ആശയപരമായിട്ട് മിക്കവാറും അലയൻസ് ഉള്ളത് തന്നെയാണ് ഉണ്ടാവാറുള്ളത്. ആഫ്റ്റർ സേയിങ് ദിസ്, ദ ഓത്തർ ടേൺസ് അവർ അറ്റൻഷൻ ഇൻ ടു സംതിങ് എൽസ്. Here he discusses a real political situation. At first, in the introduction, we have seen that Harold Pinter was called as anti-Americanist. ആ ഒരു ടോപ്പിക്കിലേക്കാണ് ഈ സ്പീച്ച് നമ്മൾ കൊണ്ടുപോകുന്നത്. The political issue that is being mentioned here is about invasion of Iraq. ഇറാഖിനെ അമേരിക്ക കീഴ്പ്പെടുത്തിയ പൊളിറ്റിക്കൽ ഇൻസിഡൻറ്റിനെ കുറിച്ചാണ് ഓത്തർ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത്. അമേരിക്കയുടെ ഫോറിൻ പോളിസി അപ്രോച്ചാണ് ഓത്തർ ഇവിടെ തുറന്നു കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഓത്തർ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂവിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. He says that the reason why America invaded Iraq was that Saddam Hussein possessed a lot of dangerous body of weapons that could destroy the entire world or the entire nation. ഒരു നേഷനെ മൊത്തമായിട്ട് 45 മിനിറ്റ്സ് എടുത്തിട്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമയം കൊണ്ടൊക്കെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വെപ്പൺസ് സദാം ഹുസൈൻ്റെ കയ്യിലുണ്ടായിരുന്നെന്ന് അവർ പറയുന്നു. This is the reason US says that America invaded Iraq. They made us all believe that
ലോകത്തിനെ മുഴുവൻ അങ്ങനെ വിശ്വസിപ്പിച്ചു അവർ. നമ്മളത് വിശ്വസിക്കുകയും ചെയ്തു. ബട്ട് ദ റിയാലിറ്റി വാസ് ഡിഫറെൻറ്റ്. നമുക്കറിയാം ഒരുപാട് മീഡിയ ഇൻവോൾവ്മെൻറ്റും ഡോക്യുമെൻ്ററീസും ഒക്കെ ഈ ഒരു ഐഡിയയെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ദേ കുഡ് മേക്ക് അസ് ബിലീവ് ത്രൂ ആർട്ട് വാട്ട് എവർ ദേ മേ ബി കൺസേൺ ദറ്റ് വാട്ട് എവർ അമേരിക്ക ടെല്ലിംഗ് വാസ് ട്രൂ. അമേരിക്ക പറയുന്നതെല്ലാം സത്യമാണ് എന്നുള്ള തരത്തിൽ, അത് വിശ്വസിപ്പിക്കുന്ന തരത്തിൽ ഒരുപാട് മീഡിയ ഇൻവോൾവ്മെൻറ്റ്, ഒരുപാട് ഡോക്യുമെൻ്ററീസ് ഒക്കെ നമ്മൾ കണ്ടു. ബട്ട് ദ ട്രൂത്ത് വാസ് ഡിഫറെൻറ്റ്. ദ ട്രൂത്ത് വാസ് ബേസ്ഡ് ഓൺ ഹൗ US understand its role in the world. How US understood its role in the world. അവർ വേൾഡ് പോലീസ് അല്ലെങ്കിൽ ലോകം മുഴുവൻ തങ്ങൾക്ക് കീഴിൽ വരണമെന്ന് അമേരിക്ക ആഗ്രഹിച്ചിരുന്നു, ഇപ്പോഴും ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഇൻവോൾവിങ് ഇൻ എവ്രി വേ ദേ ലൈക്ക്. ദേ ബിലീവ്ഡ് ദാറ്റ് ദേ ഹാവ് ദ പവർ ടു ഇൻ്റർഫിയർ ഇൻ എനിത്തിങ് ആൻഡ് എനി വോർ. ഈ ഒരു വിശ്വാസമാണ് ഇറാഖിനെ ഇൻവേഡ് ചെയ്യാൻ സത്യത്തിൽ US-നെ പ്രേരിപ്പിച്ചത്. ദേ ബിലീവ് ദാറ്റ് ദേ ആർ ദ വേൾഡ് പോലീസ്. This is very reason behind this inversion. This is the very reason behind this inversion. വളരെ കറക്റ്റായിട്ടുള്ള പ്രാക്ടീസിങ്ങും അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മറ്റൊരു രാജ്യത്തിൻ്റെ ഇൻറ്റേർണൽ അഫയേഴ്സിൽ ഇടപെട്ടുകൊണ്ട് അവരെ കീഴടക്കാൻ കഴിഞ്ഞത്. അതർവൈസ് വൈ ഷുഡ് അമേരിക്ക എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ ഉയർന്നു വന്നേനെ. ലോകത്ത് മറ്റേതൊരു കൺട്രിയും ഇൻവോൾവ് ചെയ്യുന്ന രീതിയിൽ ഇൻവോൾവ് ചെയ്താൽ മതി അമേരിക്കക്ക്. ബട്ട് ദേ ഡു മോർ ദാൻ ദാറ്റ്. ദെൻ ഇക്കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ അമേരിക്കയുടെ ഫോറിൻ പോളിസി, പെർട്ടിക്കുലർലി ആഫ്റ്റർ വേൾഡ് വാർ സെക്കൻഡ്, നമ്മൾ നോട്ട് ചെയ്യേണ്ടി വരും. നൗ he mentions about United States foreign policy since the end of World War II. ആക്ച്വലി വേൾഡ് വാർ സെക്കൻഡിന് ശേഷമാണ് അമേരിക്ക നല്ല പവറിലേക്ക് വരുന്നത്. ആ സമയത്ത് ഹൗ ഡിഡ് ദേ ബിഹേവ്, വാട്ട് വാസ് ദെയർ ഫോറിൻ പോളിസി, ഇതൊക്കെ കൃത്യമായിട്ട് സ്ക്രൂട്ടനൈസ് ചെയ്ത് മനസ്സിലാക്കിയാൽ മാത്രമേ വി വിൽ അണ്ടർസ്റ്റാൻഡ് ദെയർ ഫോറിൻ പോളിസി. It's obligatory to subject this period to some kind of scrutiny. അവരുടെ ഫോറിൻ പോളിസിയിലേക്ക് നോക്കുമ്പോൾ ഇൻ ദ കേസ് ഓഫ് ഈസ്റ്റേൺ യൂറോപ്പ് ആൻഡ് സോവിയറ്റ് യൂണിയൻ, the post-war time was one of systematic brutality, the widespread atrocities, the ruthless suppression of independent thought. ഈസ്റ്റേൺ യൂറോപ്പിനോടും സോവിയറ്റ് യൂണിയനോടുമൊക്കെ വളരെ ക്രൂവൽ ആറ്റിറ്റ്യൂഡായിരുന്നു US വെച്ച് പുലർത്തിയിരുന്നത്. വളരെ ക്രൂരമായിട്ട് അവരെ കീഴടക്കി കോൺക്കർ ചെയ്ത് വെച്ചു. യാതൊരു കൺസിഡറേഷനും കൊടുക്കാതെ, ഇൻഡിപെൻഡൻറ്റ് സ്റ്റാൻഡ് എടുക്കാൻ അനുവദിക്കാതെ അവരെ കീഴ്പ്പെടുത്തി വെച്ചു. ആക്ച്വലി ഇതായിരുന്നു അവരുടെ ഫോറിൻ പോളിസി എന്ന് പറയുന്നത്. ആൻഡ് ഐ ഹോപ്പ് ഇറ്റ്സ് വെരി ക്ലിയർ. ബട്ട് ദ പ്രോബ്ലം ഇസ് ദാറ്റ് US crimes in this period has been recorded superficially, not in a clear way, not in a very clear sense of depth. ഇങ്ങനെയായിരുന്നു അവരുടെ ഫോറിൻ പോളിസി. ഇത്രയും ക്രൂരമായ രീതിയിലുള്ള ക്രൈംസ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ആ കാലഘട്ടത്തിൽ അവർ ചെയ്ത ക്രൈംസ് എല്ലാം വളരെ സൂപ്പർഫിഷ്യലായിട്ട് മാത്രമേ റെക്കോർഡ് ചെയ്തുള്ളൂ. ഒരിക്കലും ഒരു ക്ലിയറായ ഡെപ്തിലേക്ക്, ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ നേർക്കാഴ്ചയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. അതൊന്നും റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സൂപ്പർഫിഷ്യലായിട്ട് മാത്രമേ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എ ഡീറ്റെയിൽഡ് സ്റ്റഡി of in this space is required to understand where the world stands now. What did America actually do this people? ഇങ്ങനെയൊക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ അവരുടെ ഫോറിൻ പോളിസി എന്താണെന്ന്. ആൻഡ് മെനി മോർ തിങ്സ് ക്ലിയർ ആണ് താനും. ഓക്കെ, US-ന് സോവിയറ്റ് യൂണിയൻ്റെ കേസിൽ ചില തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ കൂടി അവർക്ക് വേണ്ടതെല്ലാം ചെയ്യാനുള്ളൊരു ഫ്രീഡം അവർ പോസസ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഓൾദോ US was constrained to a limit by the existence of Soviet Union, its action across the world shows it had complete freedom to whatever it chose to do. If they wanted to control some country, they did it. If they wanted to do some kind of cruelty, they did it. അവർക്ക് എന്താണോ ആവശ്യം ഉണ്ടായിരുന്നത് അതവർ ചെയ്തിരുന്നു. അവർക്കൊരു കൺട്രിയെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ അവരത് ചെയ്തു.
അവർക്ക് എന്തേലും ക്രൂവലായിട്ടുള്ള എന്തേലും ക്രൈം മറ്റുള്ള രാജ്യത്തിന് മേലെ ചെയ്യണമെന്ന് തോന്നിയോ അവരത് ചെയ്തു. അവരുടെ ഒരു മെത്തേഡ് നമ്മളിവിടെ ശരിക്കും മനസ്സിലാക്കണം. അമേരിക്കൻ പോളിസി മനസ്സിലാക്കുമ്പോൾ, ഫോറിൻ പോളിസി നോക്കുമ്പോൾ അതിന് യൂസ് ചെയ്തിട്ട് ഉണ്ടായിരുന്ന മെത്തേഡ് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഡിറക്റ്റ് ഇൻവേർഷൻ ഓഫ് എ സോവറീൻ സ്റ്റേറ്റ് is not the favored method of America, but it creates low intensity conflict. സോവറിൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് സ്വയംഭരണ സംവിധാനം ഉണ്ടായിരുന്ന സ്റ്റേറ്റ്സ്, അങ്ങനെയുള്ള സ്റ്റേറ്റ്സിനെ ഒന്നും ഡിറക്റ്റായിട്ട് അവർ കീഴടക്കിയിരുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് ദ ഫേവേർഡ് മെത്തേഡ് ഓഫ് അമേരിക്ക. പിന്നെ അവരെന്താ ചെയ്ത്? ദെൻ വാട്ട് ഡിഡ് ദേ ഡു? ദേ ക്രിയേറ്റഡ് മെനി ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ്. They might be saying any opinion about the internal affair of the country and they will make statement and mingle. ഇങ്ങനെ ഒരു കൺട്രിയുടെ ഇൻറ്റേർണൽ അഫെയറിൽ ഇടപെട്ടിട്ട് അവിടെ അടിപിടി, തമ്മിൽ തല്ലിക്കുക, കലഹം സൃഷ്ടിക്കുക, ഇങ്ങനെ പതുക്കെ ലോ ഇൻറ്റൻസിറ്റി കോൺഫ്ലിക്റ്റ് ഒരു രാജ്യത്ത് ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ വാട്ട് ഹാപ്പൻസ്? അവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നു, കമ്മ്യൂണൽ റയറ്റ്സ് ഉണ്ടാവുന്നു, അവസാനം അത് പൊളിറ്റീഷ്യൻസിൻ്റെ അടുത്ത് എത്തുന്നു. ആൻഡ് ദേ ഇൻവോൾവ്, അവരത് ഏറ്റെടുക്കുന്നു. ആൻഡ് ഇൻ ദിസ് പ്രോസസ്, ഇങ്ങനൊരു പ്രോസസ്സ് നടക്കുമ്പോൾ thousands ഓഫ് പീപ്പിൾ ഡൈ ബൈ സ്ലോവർ മീൻസ് ദാൻ ഇഫ് യു ഡ്രോപ്പ് എ ബോംബ്. thousands ഓഫ് പീപ്പിൾ ഡൈ ബൈ സ്ലോവർ മീൻസ് ദാൻ ഇഫ് യു ഡ്രോപ്പ് എ ബോംബ്. ഒരു ബോംബ് ഇട്ട് ഒറ്റയടിക്ക് തകർക്കുന്നതിനേക്കാളും വേഗത്തിൽ അല്ലെങ്കിൽ അതിനേക്കാളും ഇൻറ്റൻസിറ്റിയോടുകൂടി thousands ഓഫ് പീപ്പിൾ ഡൈ. പതിയെ ജനങ്ങളെയും അവരുടെ ലൈഫിനെയും ഇത് ബാധിക്കും. നമുക്കറിയാം ഇറാഖിൻ്റെ കേസിലൊക്കെ, ഇറാഖ് ഇറ്റ് ടേക്സ് ഇയേഴ്സ് ടു ഡിസ്ട്രക്റ്റ് ഇറ്റ് ഓവർ. ഒരുപാട് വർഷം എടുത്തിട്ടാണ് ഇറാഖിനെ അവർ തകർത്ത് കളഞ്ഞത്. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഇൻഫെക്റ്റ് ദ ഹാർട്ട് ഓഫ് എ കൺട്രി, that is central portion or basic portion of a country. It's like cancer. It's like a malignant growth. Terminate ചെയ്യാൻ പറ്റാത്ത ഒരു രോഗം വന്നാൽ it will spread to other parts of body. ഇതുപോലെ തന്നെയാണ് അവരൊരു കൺട്രിയെ കൺട്രോൾ ചെയ്യുന്നത്. ഒരു കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ഇവിടെ ഒരു ക്യാൻസർ ജനിപ്പിക്കുന്നു. And that cancer spread across the country and they destroy the country. They spread blooms all over the country. ഇത്തരത്തിലൊരു കൺട്രിയെ ഇക്കണോമിക്കലി, പൊളിറ്റിക്കലി, കൾച്ചറലി എല്ലാ തരത്തിലും അവർ തകർത്ത് കളഞ്ഞു. When a lot of people and nation destroyed slowly, they go in public and say that democracy has prevailed. Like Iraq, നമുക്കറിയാം. അങ്ങനെ ഒരുപാട് ആളുകളും നേഷനും എല്ലാം തകർന്നു കഴിയുമ്പോൾ അവർ പബ്ലിക്കായി വന്നിട്ട് പറയും ദറ്റ് ഡെമോക്രസി ഹാസ് പ്രിവെയിൽഡ്. ഇത് തന്നെ ഇറാഖിലൊക്കെ സംഭവിച്ചത്. ഇറാഖിൽ മാത്രമല്ല, നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ അറിയാം. ഇൻ ദ കേസ് ഓഫ് ഇന്ത്യ ടു, വി നോ ദാറ്റ് ഹൗ ഫാർ ദറ്റ് അമേരിക്ക ക്യാൻ കൺട്രോൾ ഇന്ത്യ. അറ്റ് ദ വെരി റീസെൻറ്റ് ടൈം, തൊട്ടടുത്ത് നടന്ന സംഭവം മാത്രം നമ്മൾ നോക്കിയാൽ മതി. നമ്മുടെ തൊട്ട് മുന്നേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരുന്നത് കോവിഡ് വാക്സിൻ്റെ കേസിൽ നമുക്കറിയാം. ഇന്ത്യയിലുണ്ടായിരുന്ന ഒരുപാട് നമ്പർ ഓഫ് കോവിഡ് വാക്സിൻസ് അമേരിക്കയിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടി വന്നു. വി ആർ ഫോഴ്സ്ഡ് ടു ഒബേ ദം. നമ്മുടെ ജനങ്ങളെക്കാൾ, നമ്മുടെ ആവശ്യങ്ങളെക്കാൾ അവരുടെ ആവശ്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ റെഡ്യൂസ് ചെയ്യപ്പെടുന്നു. എവ്രി സ്റ്റേറ്റ് ഇസ് ലൈക്ക് ദാറ്റ്. We can survive only with the support of America. They created this impression all over us. അമേരിക്കയുടെ സപ്പോർട്ടില്ലാതെ ഒരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ഇംപ്രഷൻ ലോകം മുഴുവൻ ഉണ്ടാക്കിയെടുക്കുന്നതിൽ അവർ വിജയിച്ചു. നോട്ട് ഓൺലി ഇൻ ഇറാഖ്, പോസ്റ്റ് വേൾഡ് വാർ ടൈമിൽ ഉണ്ടായിരുന്ന ഏത് നേഷൻ കൺസിഡർ ചെയ്താലും ദിസ് ഇസ് ഹാപ്പൻഡ് ഇൻ ദ കേസ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദെയർ ഫോറിൻ പോളിസി. Here, author gives an example to understand the situation, that is the state of Nicaragua. ഇവിടെ ഓത്തർ ഈ പറഞ്ഞ ഫോറിൻ പോളിസിയുടെ ഇംപ്ലിമെൻറ്റേഷൻ അതിനെ ഒന്നുകൂടെ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി റിയലി നടന്ന ഒരു സിറ്റുവേഷൻ, ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനെ ഇവിടെ എക്സാമ്പിളായിട്ട് എടുത്ത് കാണിക്കുവാണ്. ആൻഡ് യു നോ ദിസ് ഹാസ് ബീൻ എ കോമൺ പ്ലേസ് ഇൻ US foreign policy for a long time.
നിക്കാർഗുവ എന്ന് പറയുന്ന ഒരു സെൻട്രൽ അമേരിക്കൻ സ്റ്റേറ്റ് ഉണ്ടായിരുന്നു. And he explains this with the help of putting forth the example of state of Nicaragua. നിക്കാർഗുവയിൽ സംഭവിച്ചിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ പറയുന്നത്. സെൻട്രൽ അമേരിക്കൻ സ്റ്റേറ്റായ നിക്കാർഗുവ ഇസ് അറ്റാക്ഡ് ബൈ അനദർ സ്റ്റേറ്റ് നെയ്മഡ് കോൺട്രാസ്. നിക്കാർഗുവ എന്ന് പറയുന്ന സെൻട്രൽ അമേരിക്കൻ സ്റ്റേറ്റിനെ മറ്റൊരു സ്റ്റേറ്റ് നെയ്മഡ് കോൺട്രാസ് എന്ന് പറയുന്ന മറ്റൊരു സ്റ്റേറ്റ് അറ്റാക്ക് ചെയ്യുന്നു. And Nicaragua was completely destroyed in the case of schools, churches, in the case of colleges, and in the case of houses. Moreover, women were brutally raped, children were killed, parents were removed from their children. And ഈ സമയത്ത് US supported Contras and Harold Pinter ഈ ഇഷ്യൂവിനെ ഡിസ്കസ് ചെയ്യുന്ന ഒരു മീറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയുണ്ടായി. ഇങ്ങനെ നിക്കാർഗുവയും കോൺട്രാസും തമ്മിൽ അറ്റാക്ക് ഉണ്ടായപ്പോൾ കോൺട്രാസ് നിക്കാർഗുവിനെ എല്ലാ തരത്തിലും ഒരു രാജ്യമെന്ന അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് എന്ന രീതിയിൽ, സെൻട്രൽ സ്റ്റേറ്റ് എന്ന രീതിയിൽ എല്ലാ തരത്തിലും തകർത്ത് കളഞ്ഞ സമയത്ത് അമേരിക്ക ഫുള്ളി സപ്പോർട്ടഡ് കോൺട്രാസ്. അക്രമം ചെയ്തവരെയാണ് അമേരിക്ക സപ്പോർട്ട് ചെയ്തത്. അങ്ങനെ ഈ ഒരു വിഷയത്തിനെക്കുറിച്ച്, ഈ ഒരു ടോപ്പിക്കിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലെത്താൻ വേണ്ടി ഒരു ഡിസ്കഷൻ വെച്ചു. ആ ഡിസ്കഷനിൽ പങ്കെടുത്ത ആളായിരുന്നു, ആ ഡിസ്കഷൻ മീറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അവസരം ഉണ്ടായത് ഹാരൾഡ് പിൻറ്ററിനുണ്ടായിരുന്നു. ആൻഡ് ഹാരൾഡ് പിൻറ്റർ വാസ് ദ മെമ്പർ ഓഫ് ഡെലിഗേഷൻ വിച്ച് സ്പോക്ക് ഫോർ നിക്കാർഗുവ. സ്വാഭാവികമായിട്ടും നിക്കാർഗുവ സഫറിങ് സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ പിൻറ്റർ സപ്പോർട്ട് ചെയ്തത് നിക്കാർഗുവനെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഹി വാസ് ദ മെമ്പർ ഓഫ് ഡെലിഗേഷൻ വിച്ച് സ്പോക്ക് ഫോർ നിക്കാർഗുവ. ആൻഡ് നിക്കാർഗുവയുടെ ഡെലിഗേഷനിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് ലീഡിംഗ് മെമ്പർ വാസ് ഫാദർ ജോൺ മെറ്റ്കാഫ്. ഫാദർ ജോൺ മെറ്റ്കാഫ് ആണ് അവരുടെ ഈ ഡെലിഗേഷനെ ലീഡ് ചെയ്തിരുന്നത്. നിക്കാർഗുവയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ കോൺട്രാസിന് ഫണ്ടിങ് ഒന്നും ഇനി അലൗ ചെയ്യരുത് എന്നുള്ളതായിരുന്നു. And I told you here US supported Contras. അപ്പോൾ നിക്കാർഗുവയുടെ ആവശ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ്, US ആണ് കോൺട്രാസിന് ആവശ്യമുള്ള എല്ലാ ഫണ്ടിങ്ങും കൊടുക്കുന്നത്. അപ്പോൾ നിക്കാർഗുവ ഉന്നയിച്ച ഒരു ക്വസ്റ്റ്യൻ, ഇഫ് ഫണ്ടഡ് മോർ ഹൗ ദേ വുഡ് കണ്ടിന്യൂ ദ സെയിം. ഇനിയും കോൺട്രാസിന് ഫണ്ടിങ് അനുവദിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ചെയ്തതിനേക്കാളും ക്രൂരമായ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഇൻറ്റൻസിറ്റിയിലുള്ള ക്രൈംസ് അവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും എന്നാണ് നിക്കാർഗുവയുടെ ഡെലിഗേഷൻ ആവശ്യപ്പെട്ടത്. ബട്ട് അമേരിക്കയുടെ സ്റ്റാൻഡ് എന്തായിരുന്നു? ദേ വിൽ കണ്ടിന്യൂ ഫണ്ടിങ് എന്നുള്ളതായിരുന്നു. കോൺട്രാസ് എത്രത്തോളം ക്രിമിനൽ മെൻറ്റാലിറ്റി കാണിച്ചാലും, എത്രത്തോളം ആട്രോസിറ്റീസ് കാണിച്ചാലും അവർക്ക് ഫണ്ടിങ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കും എന്ന് തന്നെയായിരുന്നു അമേരിക്കയുടെ സ്റ്റാൻഡ് പോയിൻ്റ് ഉണ്ടായിരുന്നത്. ആൻഡ് കോൺട്രാസ് ലീഡർ വാസ് റെയ്മണ്ട് സെയ്ഡ്സ്. റെയ്മണ്ട് സെയ്ഡ്സ് എന്ന് പറയുന്ന ആളായിരുന്നു കോൺട്രാസിൻ്റെ ലീഡർ. ഈ മനുഷ്യൻ ബ്രൂട്ടൽ ആൻഡ് ക്രൂവൽ പേഴ്സൺ ഒന്നും ആയിരുന്നില്ല. ഹി ഹാഡ് ദ റെപ്യൂട്ടേഷൻ ഓഫ് ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ്, ഡിപ്ലോമാറ്റിക്, റേഷണൽ ആൻഡ് റെസ്പോൺസിബിൾ മാൻ എന്നൊക്കെയായിരുന്നു വെപ്പ്. വളരെ നല്ല റെസ്പോൺസിബിളായിട്ടുള്ള, നന്നായിട്ട് ചിന്തിക്കുന്ന, റാഷണലായിട്ടുള്ള, എല്ലാ ഭാഗത്തിനെയും തെറ്റും ശരിയും ഒരുപോലെ കാണുന്ന, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള, സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, റെപ്യൂട്ടഡ് പേഴ്സണാലിറ്റി ആണെന്നൊക്കെയാണ് വിശ്വസിച്ചിരുന്നത്. ബട്ട് ഹിസ് റിപ്ലൈ ടു ദിസ് was that innocent people always suffer in war and you facts does not support your assertion എന്നുള്ളതായിരുന്നു. റെയ്മണ്ട് സെയ്ഡ്സ് വളരെ നല്ല മനുഷ്യനാണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവർ പറഞ്ഞ കാര്യത്തിന് അദ്ദേഹം കൊടുത്ത മറുപടി ഇന്നസെൻറ്റ് പീപ്പിൾ ഓൾവേസ് സഫർ ഇൻ വാർ എന്നുള്ളതായിരുന്നു. ഇതൊരു നോർമലായ സഫറിങ് ആണ്. ഇന്നസെൻ്റായ പീപ്പിൾ യുദ്ധങ്ങളിലൊക്കെ സഫർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായ നോർമലായിട്ടുള്ളൊരു പ്രോസസ്സാണ്. സോ കോൺട്രാസിനെ നമുക്കൊരിക്കലും തള്ളിപ്പറയാനാവില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവരുടെ ഫോറിൻ പോളിസി എത്രത്തോളം ക്രൂരമായൊരു മെൻറ്റാലിറ്റിയാണ് അവർക്കുണ്ടായിരുന്നതെന്ന്. ഇതിനേക്കാളും ഒരു ബിഗർ ഷോക്ക് എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. അറ്റ് ദ സെയിം ടൈം
President Reagan made the statement that contras are the more equivalent of our founding fathers. ആ കാലഘട്ടത്തിലെ പ്രസിഡൻ്റ് ആയിരുന്നു റീഗൺ, അമേരിക്കൻ പ്രസിഡൻ്റ് ആയിരുന്നു റീഗൺ. ആ റീഗൺ പറഞ്ഞത് എന്താണ്? അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി, ദ കോൺട്രാസ് ആർ മോർ ഈക്വാലൻ്റ് ഓഫ് അവർ ഫൗണ്ടിങ് ഫാദേഴ്സ്. കോൺട്രാസിനെ അഭിമാനത്തോടു കൂടി പുകഴ്ത്തി പറയുക ചെയ്തത്. നമ്മുടെ പാരമ്പര്യം നിലനിർത്തുന്ന, നമ്മുടെ ഫൗണ്ടിങ് ഫാദേഴ്സിൻ്റെ പാരമ്പര്യം നിലനിർത്തുന്ന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പണ്ട് മുതലേ കോൺകർ ചെയ്യുന്നവരാണ്, എല്ലാവരെയും അടക്കിപ്പിടിച്ച് പിടിച്ചടക്കുന്നവരാണ്, അതേ പാരമ്പര്യം നിലനിർത്തുന്ന സ്റ്റേറ്റാണ് കോൺട്രാസ് എന്ന് പറഞ്ഞ് അഭിമാനത്തോടെ അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യാണ് ചെയ്തത്. ഹി സപ്പോർട്ടഡ് ദസ് ഇമ്പീരിയലിസ്റ്റിക് ആറ്റിറ്റ്യൂഡ്. ഈ ഒരു സാമ്രാജ്യത്വപരമായിട്ടുള്ള ആറ്റിറ്റ്യൂഡിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പ്രസിഡൻ്റ് പോലും സംസാരിച്ചത്. പിന്നെ ഈ കാര്യത്തിൽ നമുക്ക് കൂടുതൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇപ്പോഴത്തെ പ്രസിഡൻറ്റും ഒക്കെ പറയുന്നത് നമുക്കറിയാം. അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്താ പറഞ്ഞ്, കൊറോണ വൈറസിനെ ചൈനീസ് വൈറസ് എന്നൊക്കെ പറഞ്ഞ് കോൺട്രവേഴ്സിയൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നടത്തിയത് നമ്മൾ കണ്ടതാണ്, നമ്മൾ അറിഞ്ഞവരാണ്. അതുകൊണ്ട് അവരന്നും ഇന്നും ഇമ്പീരിയലിസ്റ്റിക് ആറ്റിറ്റ്യൂഡിനെ നിലനിർത്തി പോരുന്നവരാണ്. ഈ ഒരു എക്സാമ്പിളാണ് അമേരിക്കയുടെ ഫോറിൻ പോളിസിയെക്കുറിച്ച് ഓഡിയൻസിന് മനസ്സിലാവാൻ വേണ്ടി ഹാരൾഡ് പിൻ്റർ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇവിടെ ഹാരൾഡ് പിൻ്റർ എന്ന് പറയുന്ന ഓഥർ ഒരു സിറ്റിസൻ്റെ റോളിൽ നിന്നുകൊണ്ട് പൊളിറ്റിക്കൽ ഇഷ്യൂവിനെ നോക്കിക്കാണുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ വ്യൂ പോയിൻ്റാണ് ഓഡിയൻസിന് വേണ്ടി അദ്ദേഹം ഷെയർ ചെയ്യുന്നത്. ആൻഡ് ഐ തിങ്ക് ആൻഡ് ഐ ഹോപ്പ് ദിസ് പോയിൻ്റ് ഇസ് വെരി ക്ലിയർ ഫോർ യു. ഈ ചാപ്റ്ററിൻ്റെ ബാക്കി വരുന്ന സെഷൻ നെക്സ്റ്റ് വീഡിയോ സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അൺടിൽ ദെൻ ബൈ.